നമസ്കാരം. റെനാക്കോൺ എ.എ.സി ബ്ലോക്സ് ഉപയോഗിച്ച് നടക്കുന്ന ഒരു റെനോവേഷൻ വർക്കാട്ടോ ഇത്. കട്ടയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ 6 ഇഞ്ച് ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പണിതിട്ടുള്ളത്. ഒരു എക്സിസ്റ്റിംഗ് വീടിന്റെ മുകളിലായിട്ട് ഒരു 900 സ്ക്വയർ ഫീറ്റോളം വിസ്തീർണ്ണമാണ് ഇവര് എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. മുകളിൽ റൂഫ് ഷീറ്റാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഇവിടെ സീലിങ്ങിന്റെ വർക്കും അതുപോലെ തന്നെ വയറിങ്ങിന്റെ വർക്കും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വീടിന്റെ മുകളിൽ നമുക്ക് കാലപ്പഴക്കമുണ്ട് വീടിന്, അതുകൊണ്ട് ഉറപ്പുണ്ടാവുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യും? അന്നാ മുകളിൽ സൗകര്യം കൂട്ടാനായിട്ട് മുകളിൽ എടുക്കണം എന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എ.സി ബ്ലോക്ക് എടുക്കാം കേട്ടോ. കെട്ടിടത്തിന്റെ ഉറപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഒരു എഞ്ചിനീയറെ കൺസൾട്ട് ചെയ്തിട്ട് ഈവൻ എ.സി ബ്ലോക്ക് ആണെങ്കിലും അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എ.സി ബ്ലോക്ക് ആയിരിക്കും. കാരണം ഇപ്പോൾ ഒരു സിമെന്റ് ബ്രിക്ക് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വെറും 4-1 ഭാരം മാത്രമേ എ.സി ബ്ലോക്കിന് വരുന്നുള്ളൂ. അപ്പം അതുപോലെ ചൂസ് ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണിത്. കട്ടപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഫിനിഷിംഗ് ഒക്കെ ആയിട്ടുള്ളത് കൊണ്ട് ഉള്ളിൽ നോക്കുമ്പോൾ കട്ട ചെയ്താന്ന് മനസ്സിലാവില്ല. എന്നാലും ഇപ്പോൾ പുറം വശം തേക്കാത്തതുകൊണ്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എ.സി ബ്ലോക്കാണ്. 24 ഇഞ്ച് നീളം വരും, 8 ഇഞ്ച് ഉയരം വരും, പിന്നെ 6 ഇഞ്ച് കനം വരും. അങ്ങനെയാണ് ബ്രിക്കിന്റെ സൈസ് വരുന്നത്. ഇങ്ങനെയുള്ള സൈസുള്ള ബ്രിക്കിന് വെറും 12.5 കിലോ ഭാരം മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം ഈ 2 സിമെന്റ് കട്ട വെച്ച് ഏകദേശം ഒരു 50 കിലോന്റെ അടുത്ത് വരുന്ന സ്ഥലത്താണ് ഈ 12.5 കിലോ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ നമുക്ക് മറ്റ് ബ്രിക്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ തെർമൽ ഇൻസുലേഷനും വളരെ കൂടുതലുള്ള ബ്രിക്കാണ്, ചൂടും വളരെ കുറയും. അങ്ങനെയാണ് ബ്രിക്കിന്റെ ഒരു പ്രത്യേകതകൾ അതാണ്. പിന്നെ ഇതിലിപ്പോൾ ഏത് ജനല കട്ടില അതൊക്കെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. കോൺക്രീറ്റിന്റെയോ മരത്തിന്റെയോ. ഇവിടെ സ്റ്റീലിന്റെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാ ജനലകളും വാതിലിന്റെ കട്ടിലകളൊക്കെ സ്റ്റീലിന്റെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് എ.സി ബ്ലോക്ക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് രീതിയിലുള്ള മെറ്റീരിയൽസും യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ 10 അടിയാണ് ഉയരം വന്നിട്ടുള്ളത്. എ.സി ബ്ലോക്സ് നമുക്ക് പ്രോപ്പർ ഹൈറ്റുകളിൽ ബെൽറ്റ് കൊടുത്ത് നമുക്ക് എത്ര ഹൈറ്റിൽ വേണമെങ്കിൽ ചെയ്യാം. നമുക്കപ്പോൾ വലിയ ഡബിൾ ഹൈറ്റ് ഒക്കെയുള്ള വീടുകളിൽ പ്ലാൻ ചെയ്ത് നിങ്ങൾ പില്ലർ ഇട്ടിട്ട് നല്ല വലിയ ഹൈറ്റിലൊക്കെ ചെയ്യില്ലേ, അതിലേക്കൊക്കെ നമുക്ക് എ.സി ബ്ലോക്സ് കൺസിഡർ ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ ഇത് ഭാരം കുറവായതുകൊണ്ട് ലിൻഡൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട് ആൾക്കാർ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഏത് കട്ടയാണെങ്കിലും ലിൻഡൽ നമ്മുടെ കെട്ടിടത്തിന്റെ ഉറപ്പിന് നല്ലതാണല്ലോ. അപ്പം അതെന്തായാലും ചെയ്യണം. ഈ കട്ടയായതുകൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് മൊത്തത്തിൽ ഒരു കൂട്ടുപിടുത്തത്തിന് ലിൻഡൽ എന്തായാലും ചെയ്യണം. അപ്പോൾ ഇവിടെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളെ വിളിക്കാം കേട്ടോ. നമ്മൾ റെനാക്കോണിൻ്റെ സ്റ്റോക്കിസ്റ്റാണ്. ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും, തൃശ്ശൂർ ബേസ്ഡ് ആണ് ഞങ്ങൾ. അപ്പോൾ അടുത്തുള്ള ലൊക്കേഷനിലാണെങ്കിലാണ് ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ അത്യാവശ്യം ഏരിയ ഉള്ള വർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ വന്ന് ചെയ്തു തരും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളെ വിളിക്കാം കേട്ടോ. ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ്, തൃശ്ശൂർ ആൻഡ് പാലക്കാട്.